Manrega was designed by the UPA to provide a minimum wage to the poorest people in our country. It transformed the lives of millions of people. And that program is being destroyed. ഈ പദ്ധതി UPA ഗവൺമെന്റ് നടപ്പിലാക്കിയത് ഏറ്റവും സാധാരണക്കാരെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് UPA ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് മഹാത്മജിയുടെ പേര് അത്തരമൊരു പദ്ധതിക്ക് കോൺഗ്രസ് ഗവൺമെന്റ് ഇട്ടത്. The national government does not want to pay a minimum wage to the laborers of India. പക്ഷെ രാജ്യം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്കൊരു മിനിമം വേതനം കൊടുക്കണമെന്ന ആഗ്രഹം പോലും അവരുടെ ഉള്ളിലില്ല. That is why they are attacking Manrega. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയെ മഹാത്മജിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അവർ കടന്നാക്രമിക്കുന്നതും തകർക്കാൻ നോക്കുന്നതും. The second reason why they are attacking Manrega is because Manrega is a program that is run at the third tier of government. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ പഞ്ചായത്ത് വഴിയാണ് ഈ ഒരു പദ്ധതി ഈ രാജ്യത്ത് ഉടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. And they do not want to give financial power and decision making power to the third tier of government. നാട്ടിലെ സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് സാമ്പത്തിക അധികാരവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരവും ലഭ്യമാവരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. They want the government to be run from the bureaucrats' offices and from Delhi. അതിനു പകരം ഈ നാടിന്റെ മൊത്തം അധികാരവും ഈ സർക്കാർ സംവിധാനങ്ങളും ഡൽഹിയിൽ നിന്ന് ചലിപ്പിക്കുന്നത് പോലെ ചലിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഉദ്യോഗസ്ഥ ഭരണം പോലെ ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. We created Manrega to protect the interest of India's poorest people and also to give power to the third tier of government. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മഹാത്മജിയുടെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് വലിയ അധികാരം കൈവരാനും അത് കാരണമാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. This is why they are attacking Manrega. ഇതുകൊണ്ട് തന്നെയാണ് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ BJP RSS സർക്കാരുകൾ കടന്നാക്രമിക്കുന്നത്. The Prime Minister in the Lok Sabha ridiculed Manrega himself. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ലോക്സഭയിൽ വന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അവഹേളിക്കുന്നത് നാം കാണേണ്ടി വന്നു. But when COVID happened, Manrega saved our people. When COVID happened, Manrega was responsible for saving our people. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, കോവിഡ് പോലൊരു മഹാമാരി വന്നപ്പോ ഈ നാടിനെ സംരക്ഷിച്ചത് മഹാത്മജിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ന് ഈ നാടിനറിയാം. Thank you very much.